പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സൂഫി വര്യനുമായ ഉമർ ഗാസി റളിയല്ലാഹു അൻഹു ചരിത്ര സെമിനാറിന്റെ ഉദ്ഘാടനവും രാഷ്ട്രസേവാ അവാർഡ് സമർപ്പണവും നടന്നു. വെളിയങ്കോട് ഉമർ ഖാലിയുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് നടത്തിയ 13ാമത് കുടുംബസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി ഇന്ത്യ ഉയർന്നു നിൽക്കുമ്പോൾ ഉമർ ഖാലിയെ പോലെയുള്ള ഒരു ധീരദേശാഭിമാനിയെ എപ്പോൾ ഓർക്കുന്നതും കാലികമാണ്, പ്രസക്തമാണ്. ഇതുപോലൊരു സന്ദർഭത്തിൽ അത് കൂടുതൽ കാലിക പ്രസക്തമാണ്. രാജ്യാഭിമാനം, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട വീര്യം, ധീരോദാത്തമായ വ്യക്തിത്വം, ഇതൊക്കെയായിരുന്നു ഉമർ ഖാലി. ഇന്ത്യ ഒരക്രമത്തിലാണ് മറുപടി പറയുന്നത്. ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചതല്ല, ഇന്ത്യയെ ഇങ്ങോട്ട് വന്നിട്ട് ആക്രമിച്ചതിനുള്ള പ്രതികരണമാണ് ഇന്ത്യ നടത്തുന്നത്. ചടങ്ങിൽ 3ാമത് ഉമർ ഖാലി രാഷ്ട്രസേവന അവാർഡ് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MPക്ക് മുൻ നിയമസഭാ സ്പീക്കറും മുൻ MPയുമായ VM സുധീരൻ ട്രസ്റ്റിനു വേണ്ടി സമ്മാനിച്ചു. യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ റിട്ടയർഡ് DIG MT മൊയ്തുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനം കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഉമർ ഖാലിയും സ്വാതന്ത്ര്യസമരവും എന്ന വിഷയത്തെക്കുറിച്ച് മുൻ MP C ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച കുടുംബാംഗങ്ങളായ നിഷാദ് മൊയ്തു, മുഹമ്മദ് സഫ്വാൻ, ഡോക്ടർ റാണിയ സുധീർ, HR സൈനബ തുവൂർ എന്നിവരെ പൊന്നാടയും പുരസ്കാരവും നൽകി C ഹരിദാസ് ആദരിച്ചു. അനുസ്മരണ പ്രഭാഷണം ട്രസ്റ്റ് വൈസ് ചെയർമാൻ OT മുഹിയുദ്ദീൻ മൗലവി നിർവഹിച്ചു. ട്രസ്റ്റ് പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി റസാഖ് കൂടല്ലൂർ അവതരിപ്പിച്ചു. OT മുഹമ്മദ് മൗലവി, കുഞ്ഞഹമ്മദ് പുന്ന, റഷീദ് കളത്തിപ്പറമ്പിൽ, PM മുഹമ്മദ് അലി, EM ഹുസൈൻ, PPM ജമാലുദ്ദീൻ, MT ഉമർ സലീം, അഡ്വക്കേറ്റ് TN സുജീർ, ഷമി ലത്തീഫ്, സൈദലവി ഹാജി കാക്കത്തറ, HR സൈനബ, ബഷീർ അമ്മേനാട് എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഗാനമേള, ഒപ്പന എന്നിവയുമുണ്ടായിരുന്നു. സമ്മാനദാനം റഷീദ് കൈതപ്പറമ്പത്ത് നിർവഹിച്ചു. ജനറൽ കൺവീനർ മുഹമ്മദ് കുട്ടി മാളിയേക്കൽ സ്വാഗതവും ജമാൽ ചേന്നര നന്ദിയും പറഞ്ഞു.